السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين وصلى الله وسلم على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യരായ മജ്‌ലിസുൽ ഖുർആൻ ശ്രോതാക്കളെ, 12-ാം അധ്യായം സൂറത്തു യൂസുഫിലെ 22 ആയത്തുകൾ വായിച്ചു കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. 23 മുതലുള്ള വചനങ്ങളാണ് ഇന്ന് വായിക്കാൻ ഉള്ളത്. ഇന്ന് സമയം അല്പം കുറവുണ്ട്, അതുകൊണ്ട് കുറഞ്ഞ സമയം ഇൻഷാ അല്ലാഹ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وراودته التي هو في بيتها عن نفسه وغلقت الأبواب وقالت هيت لك. قال معاذ الله إنه ربي أحسن مثواي إنه لا يفلح الظالمون. യൂസുഫ് നബി അലൈഹിസ്സലാമയെ ആ കിണറിൽ നിന്നെടുത്ത് യാത്രാ സംഘത്തിന് വിൽപ്പന നടത്തി. ശറഹു ബിസമനിൻ ബഖ്സിൻ ദറഹിമ മഅദൂദ. അങ്ങനെ ആ സംഘം അദ്ദേഹത്തെ, യൂസുഫിനെ, ആ കുട്ടിയെ എന്ത് ചെയ്തു? അവരതിനെ കൊണ്ട് പോയി. അസറുഹു ബിദാഅ. അവരെന്തായിട്ട് അതിനെ മറച്ചു വെച്ചു? അവരുടെ ഒരു ചരക്കായിട്ട് അവർ അതിനെ ഒളിപ്പിച്ചു കൊണ്ടുപോയി. അസറ. അങ്ങനെ അവര് പിന്നീട് ഈജിപ്തിലെ അസീസ് അല്ലെങ്കിൽ അയാൾ അദ്ദേഹത്തിന് കൈമാറി. അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഏൽപ്പിക്കുന്നു. ഈണയോട് എന്തു പറയുന്നു? അക്രിമി മസ്വാഹു, നല്ലപോലെ നോക്കണം എന്ന് പറയും. നല്ലൊരു കുട്ടിയാണ്, നമുക്ക് ഉപകാരം എന്തെങ്കിലും കിട്ടും, അല്ലെങ്കിൽ നമുക്ക് സ്വന്തം കുട്ടിയായിട്ട് നമുക്ക് കൊണ്ടുനടക്കാം. അങ്ങനെ അവിടെ എത്തി. അവസാനം തൊട്ട് മുമ്പത്തെ വചനത്തിൽ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. ഏതായിരുന്നു? ആ വീട്ടിലുണ്ടായ ചില സംഭവങ്ങളാണ് അടുത്ത ഭാഗം. وراودته التي هو في بيتها وراودته التي هو في بيتها عن نفسه وراودته التي هو في بيتها عن نفسه وغلقت الأبواب وقالت هيت لك. وغلقت الأبواب وقالت هيت لك. وراودته التي هو في بيتها عن
نفسه وغلقت الأبواب وقالت هيت لك. قال معاذ الله قال معاذ الله إنه لا يفلح الله إنه ربي أحسن مثواي യാ എന്ന് സുക്കൂൻ കൊടുത്തു വായിക്കാം കേട്ടോ. ഇന്നഹു റബ്ബി അഹ്സന മസ്വായ ഇന്നഹു ലാ യുഫ്ലിഹുൽ ളാലിമൂൻ. Yes. وراودته راودة അതെ. വറാവദത്ത് എന്ന് പറയുമ്പോഴോ സ്ത്രീലിംഗായി. അവൾ വശീകരണ ശ്രമം നടത്തി എന്നാണ് റാവദ എന്നാണ്. വശീകരിക്കാൻ ശ്രമിച്ചു റാവദ എന്ന പദത്തിന്റെ അർത്ഥം. وراودته أي راودت امرأة العزيز يوسف. راودت امرأة العزيز يوسف. ഈ സഹോദരി യൂസുഫിനെ വശീകരിക്കാൻ ശ്രമം നടത്തി. ആര്? വറാവദത്ത് എന്നാണ് ആര്? അല്ലത്തി ഹുവ ഫീ ബൈതിഹ. അദ്ദേഹം ഓളെ വീട്ടിലാണ്. അല്ലത്തി യാതൊരു ഹുവ അതായത് ഓള് ഫീ ബൈതിഹ ഓളെ വീട്ടിലുണ്ട്. ആരുടെ വീട്ടിലാണുള്ളത്? ആ അസീസിന്റെ വീട്ടിലാണുള്ളത്. അവരുടെ വൈഫിനെ കുറിച്ചാണ് ഈ ഇമ്രാത്ത് എന്ന് പറഞ്ഞത് എന്ന അർത്ഥം. വറാവദത്ഹു അല്ലത്തി ഹുവ ഫീ ബൈതിഹ. യൂസുഫ് ഏതൊരാളുടെ വീട്ടിലാണോ ഉള്ളത് അവിടെയുള്ളവൾ അദ്ദേഹത്തെ വശീകരിക്കാൻ ശ്രമം നടത്തി. റാവദ റുവൈദൻ എന്നൊക്കെ ഉള്ള പദത്തിൽ നിന്നാണ് വരുന്നത്. അറാദ, റുവൈദ്, അതൊക്കെ വളരെ സാവകാശം എന്നാണ്. ഒറ്റയടിക്ക് ഉണ്ടായ സംഭവമൊന്നുമല്ല. സാവകാശം അവൾ വശീകരണ ശ്രമം നടത്തി എന്ന് അറിയിക്കാനാണ് ഈ പദം ഉപയോഗിച്ചത്. അൽഹംദുലില്ലാ യഹ്ദികുമുല്ലാഹു വയുസ്ലിഹു ബാലക്കും. അപ്പോ റാവദ എന്നൊക്കെ പറഞ്ഞാൽ റാവദ. وراودته التي هو في بيتها عن نفسه. അദ്ദേഹത്തെ തന്നെ യൂസുഫ് നബിയെ, യൂസുഫ് അലൈഹിസ്സലാമയെ വശീകരിക്കാൻ അവൾ ശ്രമം നടത്തി. ഐ ദഅത് ഇംറഅത്തുൽ അസീസ് യൂസുഫ الذي هو في بيتها الى نفسها ബിരിഫ്ഖിൻ വലീൻ എന്ന് മുഫസ്സിറുകൾ പ്രത്യേകം എഴുതിയിട്ടുണ്ട്. ഈ റാവദ എന്ന പദത്തിനങ്ങനെ റാവദ ആ ഒരു വശീകരണത്തിന് അവിടെ ആ പദം ഉപയോഗിക്കാൻ കാരണം ബിരിഫ്ഖിൻ വലീൻ വളരെ സൗമ്യമായും തന്ത്രപരമായും സാവകാശവും മൃദുലമായും അങ്ങനെയാണ്, അല്ലെങ്കിൽ കൊഞ്ചിക്കുഴഞ്ഞതോ വശീകരണ ശ്രമം നടന്നു എന്നതാണ്. ഒരു സ്ത്രീ ഒരു പുരുഷനെ വശീകരിക്കാൻ ഇന്ന് നമ്മുടെ നാട്ടിൽ നടത്തുന്ന എന്തെല്ലാം മാർഗങ്ങളുണ്ടോ അതിലേതെങ്കിലും ആകാം. ഏതായിരുന്നാലും
അങ്ങനെ അല്ലാണ്ട് ഒരു ഭീഷണിപ്പെടുത്തിയുള്ള സംഭവങ്ങളൊന്നും അല്ല. സ്വന്തം വീട്ടിലാണ്, ആരും അവിടെ ഇല്ല. അപ്പൊ വളരെ തന്ത്രപൂർവം അദ്ദേഹത്തിനെ ആഗ്രഹിച്ചുകൊണ്ട്, അദ്ദേഹത്തിന് വേണമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വളരെ തന്ത്രപൂർവം സാവകാശം അവർ വശീകരണ ശ്രമം നടത്തിയിട്ടുണ്ട് എന്നതാണ്. അദ്ദേഹത്തോടുള്ള ഇഷ്ടവും അദ്ദേഹത്തിന്റെ സൗന്ദര്യവും ആണ് വശീകരിക്കാൻ അവർക്കും അവൾക്കും തോന്നിയിരിക്കുന്നത് എന്ന്. എന്നിട്ടോ പിന്നീട് സംഭവിക്കുന്നത്, അഥവാ ആ ഒരു വശീകരണ ശ്രമത്തിന്റെ ഭാഗമായി പിന്നീട് ഒരു ദിവസം അവരെന്ത് ചെയ്യുന്നുണ്ട്? മഗ്ലൂഖാണെന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ആണ്, അല്ലെങ്കിൽ ക്ലോസ്ഡ് ആണ്. അതെ അതെ അതെ. അബുവാബ് എന്ന് പറഞ്ഞാല് വാതിലുകൾ. അപ്പോ ഇതില് വളരെ എന്താ പറയാ ചിന്താ ഉദ്ദീപകമായ ചില ആശയങ്ങളുണ്ട്. അബുവാബ് ഗല്ലഖ എന്നും പറയും, അഗ്ലഖ എന്നും പറയും. അഗ്ലഖയും ഗല്ലഖയും ചെറിയൊരു വ്യത്യാസമുണ്ട് ഭാഷയിൽ. ഗല്ലഖ എന്ന് പറഞ്ഞാൽ ഒന്നിലധികം വാതിലുകൾ അല്ലെങ്കിൽ ഒന്നിലധികം ഭാഗങ്ങൾ ക്ലോസ് ചെയ്യുന്നതിനാണ് ഗല്ലഖ ഉപയോഗിക്കുക. അഗ്ലഖ എന്ന് ഉപയോഗിക്കുക ഒന്നിനും പറയാം, അധികവും പറയാം. ലിൽ വാഹിദി വലിൽ കസീർ, ഒരു ഡോർ അടയ്ക്കുന്നതിന് അല്ലെങ്കിൽ ഒരുപാട് ഡോറുകൾ അടയ്ക്കുന്നതിനോ അഗ്ലഖ പറയാം. പക്ഷെ ഇവിടെ ഒന്നല്ല എന്ന് ഉറപ്പാണ്, അതുകൊണ്ട് ഗല്ലഖ എന്ന് ഉപയോഗിച്ചു. അബുവാബ് തറവുദാൻ മനസ്സിലാവും, അതുകൊണ്ടാണ് ഗല്ലഖ ഉപയോഗിച്ചത്. ആ ഭാഷന്റെ പ്രയോഗത്തെ കുറിച്ച് പറയാം. അപ്പൊ 7 എന്നൊക്കെ പറയുന്നുണ്ട്, അതെന്തോ ആവട്ടെ, 7 വാതിലുകൾ ഉണ്ടായിരുന്നു നോക്കെ, അത് നമുക്കറിയില്ല. അത് ആ വീടിനെ കുറിച്ച്, ഇമ്രാത്തുൽ അസീസിന്റെ അല്ലെങ്കിൽ അസീസിന്റെ വീടിനെ കുറിച്ച് വേറെ പഠിക്കണം, അവിടെ പോയില്ല. അപ്പൊ അത് പോട്ടെ, ആ വീടെന്തോ ആവട്ടെ, എന്തുകൊണ്ട് ഉണ്ടാക്കിയതാണ്, എത്ര വാതിലുണ്ട്, ജനലൊക്കെ എങ്ങനെയായിരുന്നു, അതൊന്നും നമുക്കറിയാം. ഏതായാലും അവർ എല്ലാ പഴുതുകളും അടച്ചിട്ടുണ്ട്. ഇതാണ് അതിന്റെ വിഷയം. പഴുതുകളൊക്കെ അവർ അടച്ചിട്ടുണ്ട്. എന്നിട്ട് അവൾ പറഞ്ഞു ഹൈതലക്. ഹൈതലക എന്ന് പറഞ്ഞു. എന്താ ഹൈതലക എന്നാൽ? അങ്ങോട്ട് അത്രേ ഉള്ളൂ, ഇങ്ങോട്ട് വന്നു. അത് ദേഷ്യം പിടിച്ച് പറഞ്ഞതാണോ? അല്ല, അത് വളരെ തന്ത്രപൂർവം, സ്നേഹപൂർവം, അതല്ലെങ്കിൽ വശീകരണ ഭാവത്തിൽ അവൾ വിളിച്ചു ഹൈതലക് എന്ന്. വഖാലത്ത് ഹൈതലക്. ഈ ഹൈതലക എന്ന വാക്ക് പല രീതിയിലും വായിക്കപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഹൈത്തിലക് എന്നും ഹിത്തലക് എന്നും ഹീത്തിലക് എന്നും ഒക്കെ റിവായത്തുള്ള ഒരു വാക്കാണത്. അത് ചിലപ്പോൾ കാണാൻ പറ്റും. നമ്മളെ അബ്ദുൽ ബാസിത്തിന്റെ ഒരു പാരായണുണ്ട്. ഈ ഒരൊറ്റായത്ത് വ്യത്യസ്ത റിവായത്തുകളിൽ പാരായണം ചെയ്തൊരു ഭാഗമുണ്ട്. ഞാൻ സെർച്ച് ചെയ്ത് കണ്ടാൽ ഞാൻ ഇതിൽ ഗ്രൂപ്പിലിടാം ഇൻഷാ അല്ലാഹ്. അപ്പൊ അത് ആ ഒരു പ്രയോഗം, അങ്ങനെ ഒരു പ്രയോഗം ഉണ്ട്. ഇങ്ങോട്ട് വാ, വന്നോ, വരി എന്നിങ്ങനെ അവൾ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗം. അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്തു? വഗല്ലഖത്തിൽ അബ്വാബ അലൈഹ വഅലാ യൂസുഫ വഖാലത് ഹലുമ്മ ഇലയ്യ, എന്റെ കൂടെ വാ, എന്റെ അടുത്തേക്ക് വാ. ഫഖാല യൂസുഫ് അലൈഹിസ്സലാം എന്തു പറഞ്ഞു? ഖാല മഅദല്ലാഹ്. അഊദു എന്നതിന്റെ മസ്ദറാണ് മആദ്. മആദ്, അഊദു ഞാൻ ശരണം തേടുന്നു. മആദ് ശരണം തേടൽ, അല്ലെ ശരണം. മഅദല്ലാഹ് അല്ലാഹുവിൽ ശരണം. പഠിച്ചോനെ അഊദു ബിക, നിന്നിൽ ശരണം തേടുന്നു. ഖാല മഅദല്ലാഹ്. എന്തായാലും കുറ്റാക്കാരി അല്ല, ആളുകളല്ല, അവിടെ എന്തായാലും കുഴപ്പം. യൂസുഫ് പൊടി എന്തായാലും ഇത് വിളിച്ചറിയല്ലാതെ വേറെ നിവൃത്തിയില്ല. മഅദല്ലാഹ് എന്ന് വിളിച്ചറിയല്ലാതെ നിവൃത്തിയില്ല.
പ്രഖ്യാപിക്കല്ലാതെ, എന്ന് പ്രാർത്ഥിക്കല്ലാതെ ഒരു വഴിയില്ല. ഇനിയിപ്പം വാതിലൊക്കെ ചവിട്ടിപ്പൊളിച്ച് ഓടിയാലും വേറെ കൊടുക്കും. ഒരാള് എന്നുള്ളവർക്ക് രക്ഷപ്പെടാൻ വേണ്ടി അന്നേരം പോയിട്ട് വാതിലും ചവിട്ടിപ്പൊളിച്ച് ഓടി പുറത്ത് കടന്നില്ലെങ്കിലോ എന്തോ ചെയ്യാണ്ടോ വാതിലും പൊളിച്ചു പോകില്ലല്ലോ. ആ പ്രശ്നത്തിൽ പിന്നെന്തോ വേണോ? ആകെ കുടുങ്ങിയില്ലേ? മാത്രമല്ല ഓടി നോക്കിയിരുന്നു, കൊലായിലൊക്കെ ഓടി നോക്കിയിരുന്നു പുറമേ. ഇല്ല, അന്നപ്പോൾക്ക് ആളെത്തിയതാണ്. ആര്? സർക്കാരിലെത്തിയതാ. വല്ലാത്ത വിളവത്തികൾ തന്നെ ടീച്ചറ്. എന്നിട്ട് എന്താ പറഞ്ഞെന്നറിയുന്നത്? എന്നിട്ട് എന്താ പറഞ്ഞെന്നറിയോ? നടത്തിയിട്ടാണ് അല്ലാഹുവിൽ ശരണം എന്ന് പറഞ്ഞു. ഇന്നഹു റബ്ബി അഹ്സന മസ്വായ, ഇന്നഹു റബ്ബി അഹ്സന മസ്വായ, തീർച്ചയായും എന്റെ റബ്ബ് അഹ്സന മസ്വായ, അഹ്സന നല്ല പെർഫെക്റ്റ് ആക്കി എനിക്ക് തന്നിട്ടുണ്ട്. മസ്വായ എന്റെ അക്കോമഡേഷൻ, എന്റെ അക്കോമഡേഷൻ, എന്റെ ഇവിടുത്തെ താമസം എനിക്ക് ഏറ്റവും നല്ല സൗകര്യങ്ങള് ഒരുക്കി തന്നു. അങ്ങനത്തെ റബ്ബാണ് എന്റെ റബ്ബ്. ഈ റബ്ബ് എന്നത് അള്ളാഹുവിനെ കുറിച്ചാണോ പറഞ്ഞത് എന്നും, അതല്ല എന്റെ യജമാനൻ, ആരവിടെ യജമാനൻ? ആസിസ്, ഈ കൊണ്ടുവന്നാള് ഓർക്കാരൻ. മൂപ്പർ എന്നെ അവിടെ നല്ലോണം നിർത്തിയതാണ്. എന്നോട് എന്നെ പറഞ്ഞില്ലേ ഓനെ നല്ലോണം നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ആ കഥകൾ ആശയം വെച്ചിട്ട്, അതായത് അത്രയും നല്ലൊരു മനുഷ്യനാണല്ലോ. അങ്ങനെ എന്നെ ഒരു ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് നല്ലൊരു സൗകര്യവും കാര്യങ്ങളും ചെയ്ത യജമാനാണ്. കുറച്ചോനെ എന്നെ കാക്കണേ. രണ്ട് ആയിരുന്നാലും ഇവിടെ ആശയത്തിനൊന്നും കുഴപ്പമില്ല. ഇനി അല്ല, നേരെ മഅദല്ല അല്ലാഹുവിൽ ശരണം. ഇന്നഹു റബ്ബി, അവൻ എന്റെ റബ്ബ്. അഹ്സന മസ്വായ, ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി. ഞാൻ കിണറ്റിലകപ്പെട്ടു, എല്ലാരും കൊണ്ടുപോയി, അവസാനം മരിച്ചോണ്ടെടുത്തുന്ന ആരോ വെള്ളം കോരുന്ന ആള് വന്നിട്ട് കോരി എടുത്തിട്ട് എന്നിട്ട് ഓരെല്ലാരും കൂടി എങ്ങോട്ടോ കൊണ്ടുപോയി. എനിക്ക് ഓർമ്മല്ല, പഠിച്ചോനെ ഞാൻ പേടിച്ചെന്തോ കഴിഞ്ഞിട്ടെന്നറിയാം. എന്നിട്ട് ഇവിടെ എത്തി, നല്ലൊരു സ്ഥലത്ത് തന്നെ എത്തിച്ച പഠിച്ചോൻ അതല്ലേ. ഓക്കെ, അങ്ങനെ ഇന്നഹു റബ്ബി അഹ്സന മസ്വായ. അതുകൊണ്ട് ആ എനിക്കെല്ലാം ഒരുക്കി തന്ന എന്റെ ആ റബ്ബിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. വികൃതി കളിക്കുന്ന, തിന്മ ചെയ്യുന്ന, അക്രമം കാണിക്കുന്ന ആരും ഒരു നാളും ആത്യന്തികമായി വിജയിക്കൂല. ഇന്നഹു ലാ യുഫ്ലിഹു ളാലിമൂൻ, അക്രമികൾ വിജയിക്കൂല. താൽക്കാലികമായ വിജയം ഒരുപക്ഷെ അവരുടെ മുമ്പില് ഉണ്ടാകും, പക്ഷേ വാലിമീങ്ങൾ ഒരു കാലത്തും വിജയിച്ചിട്ടില്ല, വിജയിക്കൂല. ചരിത്രത്തിലെ പഴയ കാലത്ത് ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയ ചില ഭരണാധികാരിമാരുടെ ചരിത്രങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ കാണാം, കുടുംബവും ഓളും കൂടി ഒന്നിച്ച് ഒറ്റക്ക് നിന്നിട്ട് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തതാ, വെടിവെച്ചിട്ടാണ് മരിച്ചതാ. ഒരുപാട് ആളുകൾ അങ്ങനെ തന്നെയാ. അക്രമികൾ എവിടെയും സ്വസ്ഥമായി ജീവിച്ചിട്ടില്ല. അക്രമികൾക്ക് പിന്നെ അങ്ങോട്ട്, ആ അക്രമം ചെയ്യുന്നത് അങ്ങോട്ട് എവിടെയും എന്ത് ചെയ്യാൻ കഴിയില്ല, സ്വസ്ഥമായി ജീവിക്കാൻ കഴിയില്ല, സമാധാനപൂർണമായി ജീവിക്കാൻ കഴിയില്ല. ആത്യന്തികമായി ഒരു വിജയിക്കൂല. ഒരു മാത്രമല്ലല്ലോ സമൂഹം ഉള്ളത്. ഓർക്ക് അടുത്ത തലമുറ അവരുടെ തലമുറയല്ലേ, ഓർക്ക് പ്രയാസം ഉണ്ടാവും. അല്ലെങ്കിൽ അടുത്ത തലമുറയിൽ എത്തുമ്പോൾ ഇതിന് നേരെ എതിർ നടക്കും. അതുകൊണ്ട് തന്നെ ഇന്നഹു ലാ യുഫ്ലിഹു ളാലിമൂൻ എന്ന് ഖുർആൻ പലയിടത്തും ഉപയോഗിച്ചത് ഇതുപോലുള്ള സന്ദർഭങ്ങളിലാണ്. ആക്രമിക്കപ്പെടുന്ന ആളുകള് ഈ ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടെ ആയിരിക്കണം എന്ന്. ഇന്നഹു ലാ യുഫ്ലിഹു ളാലിമൂൻ, തീർച്ചയായും അക്രമം പ്രവർത്തിക്കുന്നവർ വിജയിക്കുകയില്ല. ഖാല മഅദല്ലാഹ് ഐ അഅ്തസിമു ബിഹി, അല്ലാഹുവിൽ ഞാൻ റബ്ബേ നിന്നോട് ഞാൻ ശരണം തേടുന്നു. അസ്തജീറു മിനല്ലദീ തദ്ഈനനി ഇലൈഹി, നിങ്ങൾ എന്തിനാണോ എന്നെ വിളിക്കുന്നത് അതിൽ നിന്ന് ഞാനിതാ അല്ലാഹുവിനോട് അസ്തജീറു സഹായം തേടുന്നു. മിൻ ഖിയാനത്തി സയ്യിദി അല്ലദീ അഹ്സന മൻസിലതി വഅക്രമനി, എന്റെ യജമാനനെ ചതിക്കാനോ ഞാൻ ചതിക്കൂല. ഇത് വെച്ചിട്ടാണ് എന്ത് പറയുന്നത്? ഈ റബ്ബി എന്നത് ആരാവാം?
അസീസാണ്. കാരണം നിന്നെ നല്ല നിലക്ക് ഇവിടെ പാർപ്പിച്ച് പോയി പൊരേന്ന് ഇറങ്ങിപ്പോയ മൂപ്പര ഞാൻ പറ്റിക്കാനോ, നിങ്ങളെ ഹസ്ബൻഡിനെ ഞാൻ പറ്റിക്കാനോ ഒരിക്കലും ഞാൻ ചെയ്യൂല. അതാ അവിടെ പറഞ്ഞത്, മിൻ ഖിയാനതി സയ്യിദി, എന്റെ സയ്യിദിനെ ചതിക്കാനോ, അല്ലദി അഹ്സന മൻസിലതി, എന്റെ ഈ സ്ഥാനം എനിക്ക് ഇവിടെ ഇങ്ങനെ നല്ലൊരു സ്ഥലം ഒരുക്കി തന്ന, വ അക്രമനി, എന്നെ ആദരിച്ച, ഫല അഖൂലുഹു ഫി അഹ്ലിഹി, ഓരോ കുടുംബത്തെ വെച്ചിട്ട് ഞാൻ ഒരിക്കലും അയാളെ ചതിക്കൂല, ഞാൻ ഒരിക്കലും അയാളെ ചതിക്കൂല. അതിഥി വന്നപ്പോഴേ അതിഥിക്ക് പുരയില് സൗകര്യമൊക്കെ ഒരുക്കി കൊടുത്ത് മൂപ്പര് സാധനം വാങ്ങാൻ പോയി തിരിച്ചെന്നപ്പോൾ ഇവിടെ വേറെ നടന്നാൽ എങ്ങനെ ഉണ്ടാവും? എത്ര വലിയ ചതിയാണ്! രണ്ടാളും ചെയ്യുന്ന ചതി, ഓള് ചെയ്യുന്ന ചതിയും ഈ അതിഥി ചെയ്യുന്ന ചതിയും. അതുകൊണ്ട് അങ്ങനെ ഒരു ചതി ഞാൻ ചെയ്യൂല എന്ന് പറഞ്ഞു. റസൂൽ പ്രത്യേകം പഠിപ്പിച്ചില്ലേ, ദൂരേക്ക് എന്തെങ്കിലും മാർഗത്തിന് വേണ്ടി പോകുന്ന മനുഷ്യൻ തന്റെ അയൽവാസിയായ കുടുംബത്തെ, ഇണയെയും മക്കളെയും ഒക്കെ അയൽവാസിക്ക് ഏൽപ്പിച്ചിട്ട് പോകും. അവരെ എല്ലാ അർത്ഥത്തിലും സംരക്ഷിക്കുകയും സൂക്ഷിക്കുകയും ഭദ്രമായി അതുപോലെ തിരിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നത് ഈ അയൽവാസിയുടെ ബാധ്യതയാണ്. നേരെ മറിച്ച് ഓൻ പോയ നക്കത്തിന് ഇവിടെ കയറുകയാണെങ്കിലോ അതിലും വലിയ ദ്രോഹവും ചതിയും എന്താ? അതാണ് അദ്ദേഹം യൂസുഫ് അലൈഹിസ്സലാം പറയുന്നത്, ഞാൻ ചതിക്കൂല. നിങ്ങളെ മൂപ്പരെ എനിക്ക് എത്ര വലിയ സൗകര്യം, ഞാൻ ഏറെ ഇവിടെ എത്തിയെന്നറിയോ, എന്തൊരു അവസ്ഥ എന്നറിയാം. ഞാൻ ഇവിടെ എത്തിയ ഇത്ര എന്നെ കാത്ത് സംരക്ഷിച്ച് കൊണ്ടുവന്ന മൂപ്പരെ ഞാൻ പറ്റിക്കൂല ഒരിക്കലും. മാത്രമല്ല ഞാനിത് ചെയ്യാൻ പാടില്ല, അഴുതില്ല. രണ്ട് പോയിന്റാണ് അവിടെ യൂസുഫ് നബി അതിൽ നിന്ന് പിന്മാറിയത്. ഒന്ന് റബ്ബ്, രണ്ട് ഈ പറഞ്ഞ റബ്ബ്. ഇന്നഹു അഹ്സന മസ്വായ ഇന്നഹു ലാ യുഫ്ലിഹു അസ്സാലിമൂൻ, വാലിമുകൾ ഒരിക്കലും വിജയിക്കുകയില്ല. ഒരുപാട് വിവരണങ്ങൾ അതിൽ വേറെ പറയാനുണ്ട്. നമുക്ക് തൽക്കാലം അവിടെ അവസാനിപ്പിക്കാം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഓക്കെ, ആരും കാണൂല്ല അതുകൊണ്ട് എന്തും ആവാം എന്ന് കരുതരുത്. ഞാൻ ഇപ്പൊ നമ്മളെ ഒരു പെണ്ണ്, ഇവിടെ പെണ്ണിനെയാണ് പിന്നെ പ്രതിസ്ഥാനത്ത് നിർത്തിയത് ഹദീസുകളിലൊക്കെ ഈ ഒരു വിഷയം പറഞ്ഞപ്പോ. അർശിന്റെ തണൽ കിട്ടുന്ന 7 വിഭാഗം പറഞ്ഞപ്പോ അതിൽ ഒന്നേതാ? ഒരു പുരുഷൻ, ഒരു മനുഷ്യൻ, അയാളെ ഒരു പെണ്ണ്, ആ പെണ്ണിന് പ്രത്യേകത പറഞ്ഞെന്താ അറിയോ? അന്ന് റസൂൽ ആലയം ചെയ്തിട്ട് പറഞ്ഞിട്ട് വിശദീകരിക്കണേ, ഒരു പെണ്ണ് ക്ഷണിച്ചു എന്നല്ല പറഞ്ഞേ. ഒരു പെണ്ണ് ക്ഷണിച്ചു എന്നാലും കാര്യമില്ലേ? പക്ഷെ ദാത്തു മൻസിബിൻ വ ജമാലിൻ, നാട്ടിലും വലിയ പൊസിഷനിലുള്ള ഒരു പെണ്ണാണ് ദാത്തു മൻസിബ്. ഒരു വലിയ ഫാമിലിയിലെ അല്ലെങ്കിൽ ആരും ചോദ്യം ചെയ്യാനൊന്നും വരില്ല, അങ്ങനത്തെ ഒരു കുടുംബം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പുര. വ ജമാലിൻ, അതുപോലെ സൗന്ദര്യവും. ഇങ്ങനെയുള്ള ഒരു പെണ്ണ് വശീകരണ ശ്രമം നടത്തിയാൽ, വിളിച്ചാൽ അവിടെ ദാത്തുഹു തന്നെ വശീകരിച്ചു എന്നല്ല, ചെയ്യണ ശ്രമമല്ല, വിളിക്കാണ്, വരണം എന്ന് പറഞ്ഞാൽ തന്നെ. അപ്പൊ ഇയാള് പറയാ, ആ റജുല് പറയാ, എന്ത് പറയുന്നു? ഞാനില്ല, ഞാൻ പോലെയല്ല എന്ന് പറഞ്ഞു പോയാൽ അയാൾക്ക് എന്തുണ്ടെന്ന് പറഞ്ഞേ? എന്തോ അങ്ങനെ പറഞ്ഞോ? ഞാൻ വരൂല എന്ന് പറഞ്ഞ ആൾക്ക് കൊടുക്കുന്നറിക്കോ? ഞാനില്ല എനിക്ക് പേടിയാണെന്ന് പറഞ്ഞ ആൾക്ക് കൊടുക്കുന്നറിക്കോ? നാട്ടുകാരറിയുന്നു പറഞ്ഞു. നാട്ടുകാരറിയുന്നു നല്ല പ്രശ്നം. പിന്നെയോ പടച്ചോൻ ഇന്നി അഖാഫുല്ലാഹ, ഞാൻ അല്ലാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ് മാറി. പടച്ചോൻ പേടിച്ചിട്ട് മാറിയതാണെങ്കിൽ ഓന്റെ അടുത്ത് പെർഫെക്ഷൻ ഉള്ളൂ. അല്ലാണ്ട് വേറെ ആരോ കാണുമെന്ന് വിചാരിച്ച് ചെയ്യാണ്ടെന്നാണ് ഓനത് ചെയ്യേണ്ടിനി എന്നാണ് അതിന്റെ കാര്യം. മറ്റത് അങ്ങനല്ല, അള്ളാഹുവിനെ ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നതാണ്. അതാണ് ഇവിടെയും പറഞ്ഞ മഅദല്ലാഹ് എന്ന് പറഞ്ഞു. മഅദല്ലാഹ്. ശരി, അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ. ഒരായത്തും നമ്മൾ പറയാം. അടുത്ത ആയത്ത്
ولقد همت به وهم بها لولا أن رأى برهان ربه كذلك لنصرف عنه السوء والفحشاء إنه من عبادنا المخلصين ولقد همت به حمّ രണ്ട് സ്ഥലത്ത് പോയി ഒന്ന് പുല്ലും കേട്ടു ഒന്ന് സ്ത്രീയിലും കേട്ടു ഹമ്മ ആഗ്രഹിച്ചു വല്ലാതെ കുതിച്ചു എന്നാണ് കൊതിച്ചു ആഗ്രഹിച്ചു ആ ഹമ്മും ഹമ്മും അതും ആ പ്രയോഗമുണ്ട് ഇവിടെ അതല്ല അർത്ഥം വരുന്നത് ഹമ്മ തന്നെ ഉദ്ദേശിച്ചു എന്ന അർത്ഥത്തിൽ ആഗ്രഹിച്ചു എന്ന അർത്ഥത്തിലാണ് വലഖദ് ഹമ്മ ബിഹ അല്ല ഹമ്മത്ത് ബിഹി ഹമ്മത്ത് വലഖദ് ഹമ്മത് ബിഹി അവൾ അവനിൽ ആഗ്രഹിച്ചു തീരുമാനിച്ചു അല്ലെ ആഗ്രഹിച്ചു എന്നർത്ഥം വലഖദ് ഹമ്മത് ബിഹി വഹമ്മ ബിഹ വഹമ്മ ബിഹ എന്താ അദ്ദേഹം അവളിലും ആഗ്രഹിച്ചു അടങ്ങി നിർത്തിയാലോ അടങ്ങി നിർത്തിയാലോ കട്ട് ചെയ്താലുള്ള പ്രശ്നം അതാ അല്ലെ ഒരാഴ്ച നമ്മൾ പറഞ്ഞെടുക്കൂ യൂസുഫിലുണ്ട് സൂറത്ത് യൂസുഫിലുണ്ട് മൂപ്പരും ലേശൊക്കെ ആഗ്രഹിച്ചിട്ട് അങ്ങനെയല്ല ഇവിടെ ലൗല ബുർഹാൻ റബ്ബിഹി എന്നുണ്ട് ലൗല ബുർഹാൻ റബ്ബിഹി എന്താ അർത്ഥം ബുർഹാൻ പ്രമാണം തെളിവ് എന്നർത്ഥം ലൗല ബുർഹാൻ റബ്ബിഹി തന്റെ റബ്ബിന്റെ റബ്ബിഹാന്നല്ല റബ്ബിഹിമാന്നല്ല റബ്ബിഹിം എന്നല്ല റബ്ബിഹി എന്നാ പറഞ്ഞത് അപ്പൊ ഈ ബുർഹാന് കണ്ടു മനസ്സിലാക്കി അറിഞ്ഞു ലൗല ബുർഹാന റബ്ബിഹി എന്നുള്ളതും പുല്ലിക്കമാണ് അവൻ അദ്ദേഹം രണ്ടാളും നല്ല അവൻ അദ്ദേഹം തന്റെ റബ്ബിന്റെ പ്രമാണം കണ്ടറിഞ്ഞില്ലായിരുന്നുവെങ്കിൽ അവനും മോഹിച്ചു പോകുമായിരുന്നു എന്നാലും സ്വാഭാവികമായ മോഹമൊക്കെ ആളുങ്ങൾക്ക് ഉണ്ടാവൂലേ അല്ലപ്പോ നേരെ തിരിച്ചാ വിചാരിക്കുക നമ്മുടെ പ്രശ്നം നമ്മൾ വേറൊന്നും എടുക്കുക വേറൊരു പ്രശ്നം ആണ് പെണ്ണിനെയാണ് വശീകരിച്ചെന്ന് വിചാരിക്കുക സംഗതി ഓളെ ഉള്ളിലും മനുഷ്യന്റെ ഉള്ളിൽ ഈ ചിന്ത ഉണ്ടാവൂലേ അതെങ്ങനെ ഉണ്ടാവില്ല എന്ന് പറയാ മനുഷ്യന്റെ മുന്നിൽ ചിന്ത ഉണ്ടാവൂലേ ഉണ്ടാവും അതങ്ങനെയാണ് പടച്ചോനത് സൃഷ്ടിച്ചതും അങ്ങനെ തോന്നലുണ്ടാവും അല്ലെങ്കിൽ ഒന്ന് നോക്കണം എന്നൊക്കെ തോന്നും ഒന്ന് കണ്ടുപോകും അതുകൊണ്ട് പിന്നെ നോക്കാൻ നിൽക്കരുതെന്ന് ആരസുഖം പഠിപ്പിച്ചിട്ടുണ്ട് സ്വാഭാവികമായ ആരെന്നറിയാനുള്ള ഒരു കാഴ്ചയൊക്കെ ഉണ്ടാവും എങ്ങനെയായാലും ഒന്നിലെ പോകുമ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കിയേക്കാം നോക്കണം എന്നല്ല ഇത് മനുഷ്യന്റെ മനസ്സിലുള്ള ഒരു മനുഷ്യൻ ഈ പിന്നെ ഭോഗവും ഭോജനവും പിന്നെ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ ജീവിക്കാൻ തന്നെ നമുക്ക് ഉണ്ടാവില്ല. അപ്പൊ ഇത് മനുഷ്യന്റെ ഉള്ളിലുള്ള ഒരു സംഗതിയാണ്, സ്വാഭാവികമായി തോന്നി. പക്ഷേ ഈ ഹമ്മത്തും ഹമ്മയും തമ്മിലുള്ള ഒരു വ്യത്യാസം അവള് പ്ലാൻ ചെയ്ത് കൊതിച്ചിട്ട് പ്ലാൻ ചെയ്ത സംഗതിയാണ്. പക്ഷെ യൂസുഫ് നബിന്റെ മുമ്പിൽ ഒരു സന്ദർഭം കൊടുങ്ങലുണ്ടാവുന്നു. റബ്ബിന്റെ ബുർഹാനെങ്ങാനും ഇല്ലായിരുന്നുവെങ്കിൽ യൂസുഫ് നബിയും
ആഗ്രഹിച്ചു ആഗ്രഹിക്കുമായിരുന്നു. കാരണം ഓളും വലിയ മോശക്കാരിയൊന്നുമല്ല, അവിടെ സൗകര്യക്കുറവൊന്നുമില്ല, ആരും അറിയാതെ എന്തു വേണമെങ്കിലും ആവാം. പക്ഷേ അള്ളാന്റെ ബുർഹാൻ, അള്ളാന്റെ പ്രമാണം ഇല്ലായിരുന്നുവെങ്കിൽ, കണ്ടില്ലായിരുന്നുവെങ്കിൽ യൂസുഫും അത് പെട്ടുപോയേനെ, ചെയ്തു പോയേനെ, അല്ലെങ്കിൽ ആഗ്രഹിച്ചു പോയേനെ. പക്ഷേ കദാലിക്കലി നസ്രിഫ അൻഹു സൂ, അങ്ങനെയാണ് ചീത്ത കാര്യങ്ങളെയും മ്ലേച്ഛമായ കാര്യങ്ങളെ തൊട്ടുമൊക്കെ നസ്രിഫ്, സർഫ, തട്ടിമാറ്റുക, സർഫ തട്ടിമാറ്റുക. ലിനസ്രിഫ അൻഹു, ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാ? ലിനസ്രിഫ അൻഹു സൂഇൽ നിന്നും ഫഹ്ശാഇൽ നിന്നും അദ്ദേഹത്തെ, അല്ലെ സൂഇനെയും ഫഹ്ശാഇനെയും അദ്ദേഹത്തിൽ നിന്ന് തട്ടിമാറ്റുകയാണ് അല്ലാഹു ചെയ്തിട്ടുള്ളത്. കാരണം ഇന്നഹു മിൻ ഇബാദിനൽ മുഖ്ലസീൻ, അദ്ദേഹം ഒരിക്കലും അങ്ങനെ ആഗ്രഹിക്കൂല. കാരണം ഇന്നഹു, അദ്ദേഹം മിൻ ഇബാദിനൽ മുഖ്ലസീൻ, നമ്മളുടെ ശുദ്ധരാക്കപ്പെട്ട അഥവാ നിഷ്കളങ്കരായ ദാസന്മാരിൽ പെട്ടവനാകുന്നു. വലഖദ് മാലത് നഫ്സുഹാ ലിഫിഅലിൽ ഫാഹിഷ, ആ ഫാഹിഷത്ത് ചെയ്യാൻ അവളുടെ മനസ്സ് ചായ്ഞ്ഞു. വഹദ്ദസത് യൂസുഫ നഫ്സുഹു ഹദീസ ഖത്റ ലിസ്തിജാബ, അങ്ങനെ അവളുടെ ഈ ഒരു ആഗ്രഹത്തിന് ഉത്തരം നൽകാൻ യൂസുഫിനോട് അവൾ ആവശ്യപ്പെടുകയാണ്, സംസാരിക്കുകയാണ്. യൂസുഫ് എങ്ങനെ എന്ത് വേണം എന്ന് പറയാണ്. ലൗലാ അർറഅ ആയതൻ മിൻ ആയാതി റബ്ബിഹി തസ്ജുറുഹു അമ്മാ ഹദ്ദസതുഹു ബിഹി നഫ്സുഹു. മനസ്സിലായോ? റബ്ബിന്റെ ആയാത്തുകളില്ലായിരുന്നുവെങ്കിൽ യൂസുഫ് നബിയോട് അവൾ പറഞ്ഞതിന് അദ്ദേഹവും, ഇത് നമ്മൾ ഈ അമ്മ ബിഹി അമ്മ ബിഹ വാക്ക് കേൾക്കുമ്പോൾ ഒന്ന് നമ്മൾ എന്താ വിചാരിക്കുക അറിയോ? കണ്ടപ്പം പൂതിയായി, ആ മൂപ്പർക്കും പൂതിയായി. അപ്പൊ സ്വാഭാവികമായി മനുഷ്യന്മാർക്ക് ആ പൂതി ഉണ്ടാകുമല്ലോ. ഈ ചിന്ത നമ്മളെ മനസ്സിൽ വന്ന്. ഇത് അങ്ങനല്ല. ഹമ്മത്ത് തന്നെ ഒരു വിചാരിക്കൽ മാത്രമല്ല, പ്ലാൻ ചെയ്തു, എന്നിട്ട് അവനോട് സംസാരിച്ചു. നമ്മൾ വിചാരിക്കണ്ടോ യൂസുഫിന് കണ്ട് മൂപ്പർ പറയാലാക്കി പോവുകയെന്ന് വയ്യെ കൂടി പിടിച്ചാണ്? അങ്ങനെയൊന്നും നല്ലത്. കൃത്യമായി ഈ ചരിത്രങ്ങൾ ഇങ്ങനെ വായിച്ചു പോകുമ്പോഴും മുഫസ്സിറുകൾ പറയുന്നതും കേൾക്കുമ്പോ വളരെ കൃത്യമാണ്. യൂസുഫ് നബിനെ കണ്ട് ആഗ്രഹം തോന്നാൻ തുടങ്ങി. അപ്പം മൂപ്പരോട് പറഞ്ഞു, യൂസുഫിനോട് പറഞ്ഞു എന്നുള്ളത് ഭയങ്കര സംഭവം ഉണ്ട്, നമുക്ക് നോക്കണം എന്ന് പറഞ്ഞതാണ്. ആ സന്ദർഭമാണ് റബ്ബിന്റെ എങ്ങാനും തൊടല്ലെങ്കിൽ ഇനി എന്തോ നോക്കണോ, ഓർക്കാറ്റ് ഇങ്ങോട്ട് പറയല്ലേ, പിന്നെന്തോ നോക്കണോ. പക്ഷേ അതുകൊണ്ടാണ് അവിടെ രക്ഷപ്പെട്ടത്. അപ്പൊ നമ്മളൊക്കെ ആയത്ത് കണ്ടുട്ടോ നേരത്തെ, അല്ലെ? ഈ പറഞ്ഞ ആയത്തുകൾ നമ്മൾ കണ്ടില്ലേ? ഈ ശിക്ഷയെ കുറിച്ചും അതേപോലെ പാടില്ല എന്നതിനെ കുറിച്ചും വഞ്ചിക്കരുത് എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കി. അതുകൊണ്ട് നമ്മളും അങ്ങനെ സാഹചര്യങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യണം? നല്ല സാഹചര്യം വരാതിരിക്കട്ടെ. അതുകൊണ്ടാണ് അന്യ സ്ത്രീ പുരുഷന്മാർ ഒറ്റക്ക് ഒരു സ്ഥലത്ത് ഒരു റൂമിലൊന്നും എന്തായാലും ഉണ്ടാകാമെന്ന് പറഞ്ഞത്. സാഹചര്യം മൂന്നാമതൊരു ചങ്ങായി വരുമെന്ന്, അല്ലെ ഒരു ചങ്ങാഴ്ച വരുമെന്ന്. അപ്പൊ എന്ത് ചെയ്യാ? സാഹചര്യങ്ങളെ കീപ്പ് ചെയ്യാ. അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവേണ്ടി വന്നാൽ നമ്മള് ഡോറ് തുറന്നു കിടക്കണം. എന്തെങ്കിലും ഇപ്പൊ ഒരാൾ വീഴാണ്, നമ്മളെ മുമ്പ് നേരം വീഴുക, അപ്പൊ നമ്മള് ഒരാൾ ഇയാളെ വീണോന്ന് അറിയണ്ട, ഓടിപ്പോയി ചിലപ്പോ ആ സഹോദരിയെ പരിചരിക്കേണ്ടി വരും. അപ്പൊ എന്ത് ചെയ്യണം? വാതിലടിച്ചിട്ട് പോയി പരിചരിക്കണ്ട, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വിളിക്കണം. ഇതാണ് അതിന്റെ രീതി. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരു ബാക്ക് പവർ ഉണ്ടാവും. പിന്നെ ഒന്നാമതായി ആരെ കൂടെ നിർത്തുക? അഊദുബില്ലാ കൂടെ നിർത്തുക. ഇതാണ് കാര്യം. ഇന്നഹു മിൻ ഇബാദിൽ മുതഹ്ഹരീന ലിറിസാലത്തിൽ ലദീന അഖ്ലസു. ഓക്കേ, നമുക്ക് അവിടെ അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. 8:30 7:30 മുതൽ 8:10 വരെ ക്ലാസ് എന്ന് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷെ അത് പിന്നെ ഉസ്താദിനോട് പറയാൻ കഴിഞ്ഞില്ല. ഞങ്ങൾക്ക് 9 മണിക്ക് കോഴിക്കോട് എത്തേണ്ട ഒരു പ്രോഗ്രാമിൽ ഞാൻ ബാബു മാഷൂർ പോകുന്നുണ്ട്, ഡോക്ടർ ബാബു. അപ്പോൾ അത് ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് നടത്തിയതാണ്. പിന്നെ ഏതായിരുന്നാലും നമുക്ക് ഇപ്പോ ഉള്ളത് ഒന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ സമാധാനത്തോടുകൂടെ നമുക്ക് പിരിയാം.
ഏതായാലും ഇപ്പൊ ഉള്ളിലുള്ളത് പുറത്താത്തുള്ളത് അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ നമ്മെ എല്ലാവരെയും. ഇതുപോലുള്ള വശീകരണ ശ്രമങ്ങളോ അതല്ലെങ്കിൽ സാഹചര്യത്തിന്റെ അഭിപ്രേരണകൾ കൊണ്ട് ചെയ്തു പോയേക്കാവുന്ന തിന്മകളുടെ സാഹചര്യങ്ങളോ ഒക്കെ ഇല്ലാതെയാക്കി എല്ലാവരെയും അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله وسلم على أشرف المرسلين وآله وصحبه أجمعين. السلام عليكم ورحمة الله وبركاته.